കേരളത്തില് ചില അത്ഭുത സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊന്നാണ് കഴിഞ്ഞ ദിവസം നടന്നത്. കാരണം കണ്ണൂരിലെ CPMന്റെ നിങ്ങൾ തെറ്റിപ്പോകരുത്. CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള ഹരീന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം വലിയ തോതിൽ വിവാദമാവുകയും നമ്മുടെ ചില ചാനലുകളൊക്കെ തന്നെ അത് ചർച്ചയ്ക്കെടുക്കുകയും ചെയ്തു. ആ ചർച്ചയ്ക്കെടുക്കാനുള്ള കാരണം അത് വർഗീയത പടർത്തുന്ന ഒരു പ്രസംഗമാണ് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അതിൽ ഹരീന്ദ്രൻ ഉദ്ദേശിച്ചതിനൊന്നും വലിയ കുഴപ്പമില്ല. നമ്മളത് കേട്ടു നോക്കിയാൽ മുഴുവനായിട്ടും. കാരണം ഹരീന്ദ്രൻ പറയുന്നത് ഉസ്താദുമാർ പീഡിപ്പിച്ച പെൺകുട്ടികളുടെ വാർത്തയൊക്കെ നമ്മളിവിടെ കേൾക്കുന്നുണ്ടല്ലോ, പക്ഷെ അതിനൊന്നും ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാകുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ്? അതൊന്നും വലിയ വാർത്തയോ വലിയ പ്രശ്നമോ ആകാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തത്, ഞങ്ങൾ എന്നും പാലത്തായി പെൺകുട്ടിയോടൊപ്പം പണ്ടും നിന്നിട്ടുണ്ട്, ഇന്നും നിൽക്കുന്നു, നാളെയും ഞങ്ങൾ നിൽക്കും, അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടവരോടൊപ്പം ഞങ്ങൾ നിൽക്കുമെന്നാണ്. അതോടൊപ്പം അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്, ഉസ്താദ്മാർ പീഡിപ്പിച്ച എത്ര പെൺകുട്ടികളുണ്ട്, അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമാകാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അടുത്തത് അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങളുടെ പ്രശ്നം പീഡിപ്പിക്കപ്പെട്ടത് ഒരു മുസ്ലിം പെൺകുട്ടിയും പീഡിപ്പിച്ചത് ഒരു ഹിന്ദുവും ആയതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള വാക്കുകൾ, കാര്യം അത് പറയുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നത് ഈ ഹിന്ദുവും ആയതുകൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഈ നിങ്ങൾ എന്നുള്ളത് ആരാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ നിങ്ങൾ എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് SDPA ആണ്. SDPA ഉദ്ദേശിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇനി പോട്ടെ, ജമാഅത്തെ ഇസ്ലാമി ഉദ്ദേശിച്ചാൽ പോലും നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യം, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരിക്കലും വർഗീയതയൊന്നും പ്രകടിപ്പിച്ചിട്ടില്ലാത്ത ഒരു പാർട്ടിയെ കൂടി ഇതിനോടൊപ്പം അദ്ദേഹം ചേർത്ത് വെച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ്, ഒന്നാമത്തേത്. രണ്ടാമത്തെ ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് വലിയ പിന്തുണയൊന്നും CPMൽ നിന്ന് കിട്ടിയില്ല. ഒരു നേതാവും ന്യായീകരിക്കാൻ വന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ അനുമോദിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ വളരെയധികം ഈ പറയുന്ന ആഹ്ലാദത്തോടു കൂടി, സന്തോഷത്തോടു കൂടി അവർ പുകഴ്ത്തിക്കൊണ്ടും വന്നത് ഒരു വിഭാഗക്കാരാണ്. അത് കേരളത്തിൽ ഏത് പ്രശ്നത്തിലും വർഗീയത കാണുകയും വർഗീയ വിഷം ചീറ്റാൻ തയ്യാറെടുത്ത് നിൽക്കുകയും ചെയ്യുന്ന ശശികലയും അതുപോലെ RV ബാബുവിനെയും പോലെയുള്ള ഹിന്ദു ഐക്യവേദിക്കാരായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവർ വന്നിട്ട് ഇതിന് പിന്തുണ കൊടുക്കുന്നു. ആ പിന്തുണ കൊടുക്കുമ്പോൾ തന്നെ ഇത് വലിയ ഡേഞ്ചർ ആണ് എന്ന് ഹരീന്ദ്രന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിരുന്നു. ഹരീന്ദ്രന് വേണമെങ്കിൽ അതൊന്നുകൂടി മയപ്പെടുത്താമായിരുന്നു, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാമായിരുന്നു. അത് ഞാൻ ഉദ്ദേശിച്ചത് SDPA പോലെയുള്ള സംഘടനകൾ, അല്ലെങ്കിൽ PFI പോലെയുള്ള, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ ഇത് കൂടുതൽ ജനങ്ങൾക്കിടയിൽ ചേരിതിരിവുണ്ടാക്കാനായിട്ട് ഈ വിഷയം ഒരു തലത്ത് ഹിന്ദുവും, ഒരു പീഡിപ്പിച്ചത് ഹിന്ദുവും പീഡിപ്പിക്കേണ്ട ഒരു മുസ്ലിം പെൺകുട്ടിയുമായതുകൊണ്ട് അങ്ങനെ അവർ ഉപയോഗിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് വിശദീകരിക്കാമായിരുന്നു. അതും അദ്ദേഹം ചെയ്തില്ല. ഇത് എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളത് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, 2026 CPM നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമായി കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഹരീന്ദ്രൻ ഇത് പറഞ്ഞത് എന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നു. കാരണം അല്ലെങ്കിൽ ഹരീന്ദ്രനെ പോലൊരാൾ ഇത് വെറുതെ അങ്ങനെ വിടുവാ പറയുന്ന ഒരാളല്ല. അദ്ദേഹം വളരെ ആലോചിച്ച് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം അത് വെറുതെ പറഞ്ഞതല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്. രണ്ടാമത്തേത്, അതുകൊണ്ടാണ് ഹരീന്ദ്രൻ വീണ്ടും വന്നിട്ട് ഞാനിതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും എൻ്റെ വാക്കുകളിൽ ഒരു മാറ്റമില്ലെന്നും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ആ ഞാൻ നേരത്തെ പറഞ്ഞ പ്രസംഗം മുഴുവനായി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള ഒരു പ്രശ്നമാക്കി മാറ്റാൻ ചില സംഘടനകൾക്ക് താല്പര്യമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ അദ്ദേഹത്തിന്റെ വാക്കുകളായിട്ട് അത് അവതരിപ്പിക്കുകയല്ല ചെയ്തത്. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള അജണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ തവണകളിലൊക്കെ ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള പോലെ കേരളത്തിൽ കൂടി വരുന്ന BJP വോട്ടുകളുണ്ട്. 2016 BJPക്ക് കിട്ടിയത് കേവലം നിങ്ങൾ അറിയേണ്ടത് 30 ലക്ഷം വോട്ടുകളാണ് കേരളത്തിൽ കിട്ടിയത്. അതേസമയം 2021 വന്നപ്പോൾ അത് 4 ലക്ഷം വോട്ടുകൾ കുറഞ്ഞ് 26 ലക്ഷത്തോളം വോട്ടുകളാണ് കിട്ടിയത്. ആ 26 ലക്ഷം വോട്ടുകൾ 2021 നിയമസഭയിൽ കിട്ടിയ BJPക്ക് കഴിഞ്ഞ തവണ 2024 ലോക്സഭയിലേക്ക് കിട്ടിയത് 38 ലക്ഷത്തോളം വരുന്ന വോട്ടുകളാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ അത് 38 ലക്ഷം വരുന്ന വോട്ടുകൾ BJPയുടെ RSSന്റെയോ ശാഖയിൽ പോകുന്നവരല്ല. അവർ BJPയുടെ ഹാർഡ് കോർ ആയിട്ടുള്ള പ്രവർത്തകരുമല്ല. പകരം നിങ്ങൾക്കറിയാം, അവർ ഈ പറയുന്ന പോലെ CPMന്റെ വലിയ അനുഭാവികളായിട്ടുള്ള, BJPയുടെ വലിയ അനുഭാവികളായിട്ടുള്ള ആളുകളാണ്. അല്ലെങ്കിൽ BJP ഇതുവരെ പടർത്തിക്കൊണ്ടുവന്നിട്ടുള്ള വർഗീയ വിഭജനങ്ങളോട് താല്പര്യമോ ആഭിമുഖ്യമോ പ്രകടിപ്പിക്കുന്നവരാണ്. അപ്പൊ അത്തരത്തിലുള്ള ഹിന്ദുക്കളുടെ വോട്ടുകൾ, അത് യഥാർത്ഥത്തിൽ 38 ലക്ഷം വോട്ടുകൾ ഒഴുകിപ്പോയതിൽ കഴിഞ്ഞ തവണ CPMനൊക്കെ കിട്ടുമായിരുന്ന ഏതാണ്ട് വലിയ ശതമാനം വോട്ടുകൾ ഈഴവരുടെയും മറ്റു പിന്നോക്ക ജാതിക്കാരുടെയും നായരുടെയും ഒക്കെ തന്നെ ഒഴുകിപ്പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന CPM എടുക്കുന്ന ഒരു അടവുനയം എന്താണെന്ന് ചോദിച്ചാൽ, താൽക്കാലികമായി ഇപ്പോ അടുത്ത 2026 UDFനെയും കോൺഗ്രസിനെയും ഒക്കെ പരാജയപ്പെടുത്തണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ തങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞ ലോക്സഭയിൽ BJP കിട്ടിയ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരണമെന്നാണ്. അതിൽ തന്നെ ഒരു കണക്ക് വളരെ പ്രധാനമാണ്. 2021 നിങ്ങൾ അറിയേണ്ടത്
BJPക്ക് കിട്ടിയ വോട്ടുകൾ എന്ന് പറയുന്നത് 26 ലക്ഷമാണെന്ന് ഞാൻ പറഞ്ഞു. 2024 ലോക്സഭയിലേക്ക് കിട്ടിയിട്ടുള്ളത് 38 ലക്ഷമാണ്. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കൃത്യം 12 ലക്ഷത്തോളം വരുന്ന വോട്ടുകളാണ്. കൃത്യം പറഞ്ഞാൽ 12,10,000 വരുന്ന വോട്ടുകൾ വരും. ആ 12,10,000 വരുന്ന വോട്ടുകൾക്ക് വലിയൊരു പ്രാധാന്യം കൂടിയുണ്ട്. ആ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ 2021 നിയമസഭയിലേക്ക് UDFും LDFും തമ്മിലുള്ള വ്യത്യാസം ഈ 12 ലക്ഷത്തോളം വരുന്ന വോട്ടുകളാണ്. അപ്പൊ ആ 12 ലക്ഷത്തോളം വരുന്ന വോട്ടുകൾ അതിനിർണായകമാണ് എന്നറിയുന്ന CPM യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ കുറെ നാളുകളായി നമുക്കറിയാം ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെയൊക്കെ വോട്ടുകൾ വേണ്ട എന്ന് വിചാരിക്കുന്നുണ്ട് അവർ. അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ജമാഅത്തെ ഇസ്ലാമിയും SDPയും അതുപോലെ തന്നെ മുസ്ലിം ലീഗും അടക്കമുള്ള ഏതാണ്ട് ആ സമുദായത്തിന്റെ വലിയൊരു വിഭാഗത്തെ പ്രതികരിക്കുന്ന സംഘടനകളെല്ലാം തന്നെ, ഈ SDPയും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഏതാണ്ട് 1% താഴെ ഉള്ളൂ, പക്ഷെ വലിയൊരു വിഭാഗം മുസ്ലിം ലീഗാണ്. പക്ഷെ അത്തരത്തിൽ ഏതാണ്ട് എൻ ബ്ലോക്കായി തന്നെ മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ലെന്നും തീർച്ചയായിട്ടും അത് UDFിലേക്ക് പോകും എന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിക്കുമ്പോൾ പിന്നെ അവരുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് തങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഈഴവ, ഹിന്ദു, മറ്റു പിന്നോക്ക ജാതിക്കാരുടെ വോട്ടുകൾ തിരികെ കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിയമസഭയിലേക്കാവുമ്പോൾ എളുപ്പവുമാണ്. കാരണം നിയമസഭയിൽ ഒരിക്കലും കോൺഗ്രസിനെ പരാജയപ്പെടുത്തണം, UDFിനെ പരാജയപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് CPMനെ തന്നെ വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള പണികളൊക്കെ തന്നെ CPM വളരെ നാളുകളായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമം മുതൽ നിങ്ങൾ മലപ്പുറം പരാമർശം മുതൽ നിരവധി സംഭവങ്ങളിലൂടെ CPM അത് തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായി ഹരീന്ദ്രന്റെ പ്രസംഗം വരുന്നു. ആ പ്രസംഗത്തെ യഥാർത്ഥത്തിൽ ഹിന്ദു ഐക്യവേദിക്കാരുടെ നേതാക്കളായിട്ടുള്ള ശശികലയും അതുപോലെ RV ബാബുവും കൂടി അനുമോദിക്കുന്നു എന്ന് പറഞ്ഞാൽ, പൂച്ചെണ്ടുകളുമായിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം BJP എന്തായാലും കോൺഗ്രസിനെ UDFിനെ ഒന്നും പരാജയപ്പെടുത്തി അധികാരത്തിൽ വരാൻ പോകുന്നില്ല. പിന്നെ മുസ്ലിം ലീഗിന് വലിയ പ്രാമുഖ്യം കിട്ടുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ ഈ പറയുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ പിന്തുണയുള്ള ഈ പറയുന്ന പലരും ഒക്കെ ആരോപിക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ സഖ്യം വരുന്നത് കൂടുതൽ അപകടത്തിലാകും. അതിനേക്കാൾ നല്ലത് ഹിന്ദുക്കളോട് അനുഭാവമുള്ള ഞങ്ങളുടെ വോട്ടുകൾ CPMന് ചെയ്യുന്നതാണെന്ന് വിചാരിക്കട്ടെ എന്ന് പറയുന്ന ഒരു തന്ത്രം കൂടി കൊണ്ടാണ് ഹരീന്ദ്രൻ തൊട്ടടുത്ത ദിവസവും വളരെ ആർജവത്തോടു കൂടി വന്ന് ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇതിന് കൂടാതെ, രാഷ്ട്രീയം കൂടാതെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് വർഗീയമായിട്ടുള്ള വിഭജനത്തിന് സഹായിക്കുന്നത് ആരാണ് എന്നുള്ളത് കൂടി ഹരീന്ദ്രൻ മനസ്സിലാക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹരീന്ദ്രൻ SDPയെ കുറിച്ച് പറഞ്ഞു, മറ്റേ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ശരി. ഇനി ഒരു വാദത്തിന് വേണ്ടി അത് സമ്മതിച്ചാൽ തന്നെ, മുസ്ലിം ലീഗ് അങ്ങനത്തെ ഒരു പാർട്ടിയല്ല, എനിക്ക് അങ്ങനെ ഒരു നിലപാടുമില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി വാദത്തിന് വേണ്ടി അത് സമ്മതിച്ചാൽ തന്നെ എന്റെ പ്രിയപ്പെട്ട ഹരീന്ദ്ര, താങ്കൾ മറന്നുപോയ മറ്റൊരു കാര്യമുണ്ടല്ലോ. ഈ RV ബാബുവും അതുപോലെ ശശികല ടീച്ചറും ഒക്കെ ഇദ്ദേഹത്തെ വെറുതെ പിടിച്ച് ജയിലിലിട്ടേക്കാണ്, കോടതി പറഞ്ഞതുപോലും തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ അസംബന്ധങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 2020 മാർച്ച് 16 ഈ പീഡനം നടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 2020 ഏപ്രിൽ 15, അതായത് ഏതാണ്ട് ഒരു മാസം തികയുന്നത് വരെ പോക്സോ കേസിൽപ്പെട്ട ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് വെച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം ഏതോ ബന്ധുവിന്റെ വീട്ടിൽ ഒളിവിലായിരുന്നു എന്നാണ് പറയുന്നത്. ഈ കുനിയിൽ പത്മരാജൻ എന്ന് പറയുന്ന ആളെ അതിനുശേഷം അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്തതിന് ശേഷം എന്താ സംഭവിച്ചത്? 90 ദിവസമാകുമ്പോഴേക്കും നിങ്ങൾ അറിയേണ്ടത് കുറ്റപത്രം കൊടുത്തില്ല. 90 ദിവസം തീർത്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ജാമ്യം കിട്ടും. ആ ജാമ്യം കിട്ടുന്നതുകൊണ്ട് ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് വലിയ പ്രക്ഷോഭം ഉണ്ടായപ്പോൾ യഥാർത്ഥത്തിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? കുറ്റപത്രം സമർപ്പിച്ചു. ആ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് യഥാർത്ഥത്തിൽ ആദ്യത്തെ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ പോക്സോ കേസ് ഒഴിവാക്കി ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 75 82 വിട്ടാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പിന്നെ RV ബാബുവിനെ പോലെയുള്ള ആളുകൾ ചില ചാനലുകൾ, യൂട്യൂബ് ചാനലുകളിൽ ഇരുന്ന് പറയുന്നത് വളരെ ആധികാരികമായി ഈ വിധിയെക്കുറിച്ച് അദ്ദേഹം എല്ലാം പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹം പറയുന്ന മുഴുവൻ ശരിയാണ്, ഇത് കുട്ടി പറയുന്ന പോലെ എന്നാണ്, ഒരു ലയറാണ്, അതുകൊണ്ട് കളവ് പറയുന്ന ഒരാളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. ശുദ്ധ അസംബന്ധമാണ്. ഞാനിപ്പോൾ ആ വിധിയുടെ മുഴുവൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നിങ്ങൾ അറിയേണ്ടത്, ആ വിധി ഏറ്റവും ആദ്യം നടത്തിയ അന്വേഷണത്തിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. അത് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അട്ടിമറിക്കാൻ ശ്രമിച്ചതിനെ തടയിട്ടുകൊണ്ട് വീണ്ടും നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളിൽ, അതായത് ക്രൈംബ്രാഞ്ചിന് കൈമാറി 2020 ഏപ്രിൽ 24 അതിനുശേഷം നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളിലാണ് യഥാർത്ഥത്തിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. അതിനു മുമ്പ് മറ്റേ വാതിലിന് കൊളുത്തുണ്ടായിരുന്നില്ല, കൊളുത്തില്ലാത്ത വാതിലാണ്, അതുപോലെ കുട്ടി പറഞ്ഞ ഡേറ്റുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് എന്നൊക്കെ ശ്രീജിത്ത് IPS പറയുന്ന ശബ്ദരേഖകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതെല്ലാം തെറ്റായിരുന്നുവെന്നും യഥാർത്ഥത്തിൽ കുട്ടി 3 തവണ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യവുമൊക്കെ മെഡിക്കൽ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നു. അപ്പൊ പിന്നെ കുട്ടി ആരാണ് പീഡിപ്പിച്ചത്? പത്മരാജൻ അല്ലെങ്കിൽ വേറെ ആരാണെന്ന് കണ്ടെത്തണ്ടേ? ഈ കുട്ടി എന്ന് പറയുമ്പോൾ കുട്ടി എന്ന് പോലും പറയുന്നത് ഒരു ചെറിയ കുഞ്ഞാണ്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ്, 10 വയസ്സുള്ള കുട്ടിയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇനി ഇതെല്ലാം പോട്ടെ,
ഇതിനെല്ലാത്തിനും ശേഷം ആ കുട്ടിയെ കൗൺസിൽ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള 2 കൗൺസിലേഴ്സ് ചോദിക്കാൻ പാടില്ലാത്ത മഹാവൃത്തികെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചത്. ആ വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള കൗൺസിലേഴ്സിനെതിരെ പരാതി കൊടുത്തിട്ട് ശ്രീമതി ടീച്ചർ, അവരെ അറിഞ്ഞിട്ടുണ്ടാവും, നേരിട്ട് കണ്ടിട്ടുണ്ടാവും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല, പക്ഷെ അവർ കൊണ്ട് പരാതി കൊടുത്തിട്ട്, അവരുടെ തന്നെ മണ്ഡലത്തിൽ ഒരാളാണ് പരാതി കൊടുത്തിട്ട് ആ കൗൺസിലേഴ്സിനെതിരെ പരാതി കൊടുക്കാൻ, അപ്പൊ ആ കൗൺസിലേഴ്സിനെതിരെ ഒരു നടപടിയും ഡിപ്പാർട്ട്മെന്റ് എടുത്തില്ല. ആ ഡിപ്പാർട്ട്മെന്റ് നടപടി എടുത്തില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ടീച്ചറമ്മ എന്ന് വിളിക്കുന്ന ടീച്ചർക്ക് തന്നെയാണ്. അല്ലാതെ അതിനകത്ത് ആരോഗ്യമന്ത്രിയായിട്ടുള്ള കെ ശൈലജ ടീച്ചർക്ക് തന്നെയാണ്. അത് അവർക്കൊരു പാളിച്ച പറ്റി എന്നവർ തുറന്നു പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ കൊണ്ടൊന്നും കാര്യമില്ല എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ CPM-ന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള അജണ്ട ഇതാണ്. തൊട്ടപ്പുറത്ത് ഹരീന്ദ്രൻ മറന്നുപോയൊരു കാര്യം, ഇത്തരത്തിലുള്ള വിദണ്ഡവാദങ്ങളായി വരുന്ന RV ബാബുവിനെയും അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഈ പറയുന്ന പ്രധാനപ്പെട്ട ശശികല എന്ന് പറയുന്ന വിഷം വമിപ്പിക്കുന്ന ഇവരെയും കൂടി വിമർശിക്കാൻ ഹരീന്ദ്രൻ മറന്നുപോയി എന്ന് പറയുന്ന വാസ്തവം അവിടെയുണ്ട് ഹരീന്ദ്ര. അതുകൊണ്ട് ഹരീന്ദ്രൻ തിരുത്തേണ്ടത് അവിടെയാണ്. പക്ഷെ ഇത് നിങ്ങളുടെ സ്ട്രാറ്റജി ആണെങ്കിൽ, ഇത് നിങ്ങളുടെ അടുത്ത രാഷ്ട്രീയ വിജയം നേടാനുള്ള തന്ത്രമാണെങ്കിൽ ഞങ്ങൾക്കത് മനസ്സിലാവും. പക്ഷെ കൃത്യമായിട്ട് ആരും ഇതേവരെ ഇങ്ങനൊരു വീഡിയോയിൽ പറയാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അല്ലെങ്കിൽ ഞാൻ ഈ വിഷയം ചർച്ച ചെയ്യേണ്ട, കാരണം ഇത് ചർച്ച ചെയ്യുന്തോറും സമൂഹത്തിൽ വിഭജനം കൂടി വരാനാണ് സാധ്യത എന്നുള്ളത് കൊണ്ട് ചർച്ച ചെയ്യേണ്ടെന്ന് വിചാരിച്ച ഒരാളാണ്. പക്ഷെ യഥാർത്ഥത്തിലുള്ള കാര്യം ഇതാണ്. ഈ തന്ത്രങ്ങളിൽ വിഭജനത്തിന്റെ തന്ത്രം യഥാർത്ഥത്തിൽ ശശികലയും അതുപോലെ RV ബാബുവും ഒക്കെ പറ്റുന്നത് പോലെ മുസ്ലിം ലീഗിനെ നിങ്ങൾ കുറ്റപ്പെടുത്തണ്ട. മുസ്ലിം ലീഗ് ഒരിക്കലും ചെയ്യാത്തതും അതാണ്. പക്ഷെ മുസ്ലിം ലീഗിനേക്കാൾ വലിയ താല്പര്യത്തോടുകൂടി CPM കൂടി ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി തിരുത്താത്തതും സെക്രട്ടറി തിരുത്താത്തതും ഹരീന്ദ്രൻ തൊട്ടടുത്ത ദിവസം വന്ന് ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞത്.